തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അടിസ്ഥാനപരമായി ഒന്നു തന്നെയാ നിരഞ്ജൻ. എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് തോന്നിയ അവരേത് വിധേനയും അത് തടയാൻ നോക്കും. ഇതങ്ങനെയൊന്നും വരില്ല. എങ്കിൽ നിരഞ്ജന് കൊള്ളാം. ഇപ്പൊ എങ്ങനെയുണ്ട് സ്വാമി? ഇപ്പൊ വേദനയൊക്കെ മാറി തങ്കച്ചി. അത് തന്നോണ പറയുന്നതാ. തന്റെ മുഖം കണ്ടാൽ അറിയാലോ സുഖമായിട്ടില്ലെന്ന്. ഭേദമുണ്ട്, അതുപോരെ. ആ മതിയെങ്കിൽ മതി. അല്ല, ആരാ സ്വാമി ഈ മാലിനി? ഏത് മാലിനി? ഡോക്ടർ മാലിനി. ജയശങ്കറിന്റെ വല്ല ബന്ധുവാണോ? ബന്ധു അല്ലല്ല, ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേക്ക്. ആണോ? അപ്പോ ഒരവസരം കിട്ടിയല്ലോ സ്വാമി. ഇത് വെച്ച് തുറന്ന ജയശങ്കറിന്റെ വീട് ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴുമല്ലോ. മനസ്സിലായി. ഡോക്ടർ മാലിനിയും നിരഞ്ജനും തമ്മിൽ അടുപ്പമുണ്ട്. അക്ഷര പൊട്ടിത്തെറിക്കില്ലേ? ജയശങ്കർ പൊട്ടിത്തെറിക്കില്ലേ? തങ്കച്ചി എന്തൊക്കെയായി പറയണം. നല്ല പട്ട് പോലത്തെ സ്വഭാവമുള്ള ആളാ നിരഞ്ജൻ സാർ. നിരഞ്ജൻ സാർ ഒരിക്കലും വേറൊരു പെണ്ണിന്റെ വലയിൽ വീഴില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സ്വാമി. വിശ്വാമിത്രനെ പോലുള്ള മഹർഷിമാരുടെ വരെ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയല്ലേ നിരഞ്ജൻ. രണ്ടുപേരെയും ഞാൻ ഒരിടത്ത് വെച്ച് കണ്ടു. അവർ പെരുമാറുന്ന കണ്ടപ്പോ സാധാരണ അല്ലാത്ത ഒരു അടുപ്പം എനിക്ക് തോന്നി. ആ വീട്ടിലെ സകല രഹസ്യങ്ങളും അറിയാവുന്നവനെത്താൻ ആ തനിക്ക് പോലും ഡോക്ടർ മാലിനി ആരാന്നറിയില്ല. നമ്മളിത് ഭംഗിയായിട്ട് ഉപയോഗിക്കണം സ്വാമി. നിരഞ്ജൻ ഏത് തരക്കാരനാണെന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളിത് കത്തിക്കണം. പാവാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. ഒരു പാപവും ഇല്ല. നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. സംശയത്തിന്റെ വിത്തിട്ട് കൊടുത്താൽ മാത്രം മതി. അത് വളർന്ന് വലിയൊരു മരമായിട്ട് മാറിക്കൊള്ളും. താൻ വിചാരിച്ചത് നടക്കും. നടന്നാ എനിക്കും തനിക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. ജയശങ്കർ സാറിനെ ഓർക്കുമ്പോഴാ വിഷമം. വയ്യാതിരിക്കാണ് പാവം. എടോ, അയാളെ രക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കി. സഹകരിക്കാതിരുന്ന അയാളല്ലേ. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ ഞാനത് ചെയ്തോളാം. അങ്ങനെ ചെയ്യേണ്ടി വന്നാ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അത് വേണ്ട തങ്കച്ചി. ഞാൻ തങ്കച്ചി പറയണ പോലെ അനുസരിച്ചോളാം. രണ്ടുപേരുടെയും മട്ടും ഭാവവും കണ്ടിട്ട് ഇത് അത് തന്നെയെന്നാ തോന്നുന്നത്. പ്രേമം അതൊന്ന് സൂചിപ്പിക്കുന്നു. അതിലെന്താ തെറ്റ്? അതുകൊണ്ട് കുറ്റബോധത്തിന്റെ ഒരാവശ്യമില്ല. പാവാക്ഷരെ രക്ഷിക്കുന്നു, അങ്ങനെ മാത്രം കരുതിയാൽ മതി. എന്നാ സ്വാമി പൊയ്ക്കോ, ഞാൻ വിളിച്ചോളാം. ഹലോ, തങ്കച്ചിയാണേ. മനസ്സിലായി. തിരക്കിലൊന്നും അല്ലല്ലോ സാറ്? അല്ല. ഞാനൊരു വിഷ്വൽ സാറിന്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് നോക്കണം, എന്നിട്ട് വേണ്ട നടപടി സ്വീകരിക്കണം. എന്ത് വിഷ്വലാണാവോ? അത് കണ്ടു തന്നെ മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ഒരു ക്ലൂ തരാം. നിരഞ്ജൻ നമ്മൾ കരുതുന്ന പോലൊരാളല്ല. നിരഞ്ജനെ കുറിച്ച് ഓരോന്ന് വിചാരിക്കാൻ സീതാലക്ഷ്മിയോട് ആരാ പറഞ്ഞത്? എന്റെ പൊന്നു സാറേ, എനിക്ക് ഗുണമുള്ള കാര്യത്തിന് വേണ്ടിയൊന്നും അല്ല ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിക്കുന്നത്. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വെച്ച് പുറത്തുനിന്നുള്ള ഒരാള് നമ്മളിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റോ? നമ്മളത് ഒറ്റക്കെട്ടായി ചെറുക്കില്ലേ?
അതാ ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഗുണമുള്ള ഒരു കാര്യവും സീതാലക്ഷ്മി ചെയ്യില്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അയച്ചു എന്ന് പറയുന്ന വിഷ്വല് എൻ്റെ സമാധാനം കളയാനായിട്ടുള്ളതാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. യോ, അങ്ങനെ ചെയ്യല്ലേ.